ഈ അടുത്തും ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു യുവാവും യുവതിയും കാറിൽ കയറി അവർ വേറൊരു വണ്ടിയുടെ പുറത്തിടിച്ചു സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അത് ഒരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പാണ് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ആയിട്ട് പറയുന്നത്. കാരണം ശരിക്കും ഈ കുറച്ച് നാൾക്ക് മുമ്പ് എന്നെ ഒരു ഓൺലൈൻ ചാനൽ, ഞാൻ ഈ ഓൺലൈൻ ചാനൽ എന്ന് പറയുമ്പോഴേ എനിക്ക് അഹങ്കാരമല്ല, ഭയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓൺലൈൻ ചാനൽ എടുക്കാൻ ഞാൻ സമ്മതിക്കാത്തത്. എൻ്റെ എപ്പോഴും ഓൺലൈൻ മീഡിയ എടുക്കരുതെന്ന് പറഞ്ഞാൽ അവരെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ നമ്മൾ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഞാൻ ആ ഒരു ചാനലിൽ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് വരുന്നത് കൂടുതലും വിവാഹേതര ബന്ധങ്ങളാണ്, ഞാൻ അവരെ തിരുത്താറില്ല, അവർ ഹാപ്പിയാണ്, പിന്നെ ഞാൻ എന്തിനാ തിരുത്തുന്നത് എന്ന് പറഞ്ഞു. ഇതിനകത്തിൽ എവിടെയാ തെറ്റ്? എൻ്റെ അടുത്ത് വരുന്നത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നവർ അവരെ അതിൽ നിന്ന് മാറ്റണം എന്ന് ആഗ്രഹിച്ചല്ല വരുന്നത്. അവർ വരുന്നത് അവർ തമ്മിലുള്ള കുറച്ച് ഇതും, അതായത് ഈ വിവാഹേതര ബന്ധം തെറ്റാണ് എന്ന് ചിന്തിച്ച് വരുന്നവരല്ല. അവർക്ക് തമ്മിൽ ഉള്ള കുറച്ച് ഇഷ്യൂസ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചോദിച്ചാൽ വരുന്നത്. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനെ മൊറാലിറ്റി പഠിപ്പിക്കലല്ല എൻ്റെ ഇൻറ്റൻഷൻ, എൻ്റെ കർത്തവ്യം അതല്ല. എൻ്റെ മുന്നിൽ വരുന്ന ക്ലയൻസ് ആരാണോ അവർക്ക് മുന്നിൽ നമ്മൾ അവരുടെ പ്രശ്നത്തിന് കുറേ സജഷൻസ് വെക്കും. എന്നിട്ട് അവർക്ക് അനിവാര്യമെന്ന് തോന്നുന്നത് അവരെടുക്കും. എങ്കിൽ പോലും ഈ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്സിൽ വരുന്ന അപകടങ്ങൾ ഞാൻ വലുതായിട്ട് ഫോക്കസ് അങ്ങനെ അങ്ങ് പറയാതെ എങ്കിലും പോലും സൂചിപ്പിക്കാറുണ്ട്. കാരണം ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത് കല്യാണത്തിന് മാത്രമല്ല, എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിനും ഉണ്ട്. അപ്പം അത് കഴിയുമ്പം തൊട്ട് ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിനെ ചതിച്ച് വന്ന ഭാര്യ അല്ലെങ്കിൽ ഭാര്യയെ ചതിച്ച് വന്ന ഭർത്താവ്, ഇവർ തമ്മിൽ പിന്നെ ഒരു വിവാഹം ബന്ധത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും വരും. പിന്നെ ഈ തുടക്കത്തിലെന്ന് പറഞ്ഞാൽ ഒരു കട്ട് തിന്നുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതായിരിക്കും. പിന്നെ കമ്മിറ്റ്മെന്റ്സിന്റെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ രാത്രി കക്കാൻ ഇറങ്ങുന്ന കള്ളന്മാർ തമ്മിൽ എന്ത് കമ്മിറ്റ്മെന്റ്സ് എന്നൊരു ചോദ്യം ഇവരിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ മറ്റേ ആൾ തകർന്നു പോകും. പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ബന്ധമാണ്, ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്തിൽ ഉപേക്ഷിക്കപ്പെടുക എന്നൊരു സംഭവം വരുമ്പോൾ മാത്രമാണ് നമ്മളിലെ നമ്മൾ പോലും കണ്ടിട്ടില്ലാത്തൊരു മുഖം നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ അതിൽ തന്നെ ഒരാളെ കൊല്ലുമല്ല, പല സംഭവങ്ങൾ എടുത്താലും മുൻപ് ഒരു പോലീസുകാരിയെ കൊന്നു, അതും അയാളും മരിച്ചു. അജാസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു പേര്. അയാളും മരിച്ചു, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് മരിച്ചു. അപ്പം സ്വയവും മരിക്കുകയല്ലേ. അപ്പം അതിനകത്തിൽ എന്തോ ഒന്ന് തീവ്രമായിട്ടുണ്ടായിരുന്നു. പ്രണയമാണോ അല്ലെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും അത് നഷ്ടപ്പെടുമ്പം സ്വയം അവരെ കൊല്ലുക മാത്രമല്ല, സ്വയം മരിക്കുകയും കൂടി ചെയ്യുകയാണ്. അപ്പം ഇതിനകത്തിൽ ഒരു സൗഹൃദം ഒരിക്കലും ഒരു പ്രശ്നമാവുന്നില്ല. എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ അതിനകത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് മിക്കവർക്കും ഒരു വിരസതയുണ്ട്, ലൈഫിലൊരു വിരസതയുണ്ട്. ഒരു സഹനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, സഹനത്തിൻ്റെ പാരമ്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കും. അപ്പോൾ പലപ്പോഴും വിവാഹബന്ധം, അവർ നിൽക്കുന്ന വിവാഹബന്ധം അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഉള്ളൊരു പിടിവള്ളിയായിട്ടാണ് പലരും എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കുറ്റം വരണമെന്നില്ല, ഒരു ഹസ്ബൻഡിനോ വൈഫിനോ കുറ്റം വരണമെന്നില്ല. അയാൾ എന്നെ ദ്രോഹിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, അങ്ങനെ കുറ്റം വരണമെന്നില്ല. പക്ഷെ ഒന്നും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, പരസ്പരം സംസാരിക്കാൻ ഒന്നുമില്ല. ഒരു വീട്ടിൽ രണ്ട് ധ്രുവങ്ങളിൽ യാതൊരു ചേർച്ചയുമില്ല. അങ്ങനെ വരുന്നൊരവസ്ഥയിലും നമുക്ക് മടുപ്പ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പെട്ടുപോകുന്നതാണ് ഈ വിവാഹേതര ബന്ധം. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഒരു ബന്ധം വേണം, റിലേഷൻഷിപ്പ് വേണം എന്ന് പറയുന്നവരെക്കാളും കൂടുതലും പെട്ടുപോകുന്നവരാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, എല്ലാത്തിനും ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്. അത് കഴിയുമ്പോൾ
മടുപ്പ് വരും. അതിൽ രണ്ടുപേര് സ്നേഹിക്കുമ്പോൾ എപ്പോഴും ഒരാൾക്ക് കൂടുതലും മറ്റേയാൾക്ക് കുറവായിരിക്കുമല്ലോ. പിന്നെ ഇതാണ്, ഉപേക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മാറും.